ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു. ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. ബാങ്ക് മാനേജർ ചമഞ്ഞ് തട്ടിപ്പ് തൊഴിലാക്കിയ യുവാവ് എടക്കര പോലീസിന്റെ പിടിയിലായി. എറണാകുളം എടപ്പള്ളി അമൃതം ഗൌരി കിഷോർ ശങ്കറാണ് പിടിയിലായത്. ഫെബ്രുവരി 27-ന് ചുങ്കത്രയിലെ മൊബൈൽ ഷോപ്പ് ഉടമ ചെന്നൈയിലേക്ക് ട്രെയിൻ മാർഗം യാത്ര ചെയ്യവേ തീർത്ഥാടക വേഷത്തിലെത്തിയ പ്രതി ബാങ്ക് മാനേജറാണെന്ന് സ്വയം പരിചയപ്പെടുത്തി സൌഹൃദം സ്ഥാപിക്കുകയായിരുന്നു. ചെന്നൈയിൽ നിന്ന് മടങ്ങിയെത്തിയ മൊബൈൽ ഷോപ്പ് ഉടമയെ തേടി ഷോപ്പിലെത്തിയ പ്രതി 27,000 രൂപ വില വരുന്ന 3 ഫോണുകൾ വാങ്ങി പണം ഗൂഗിൾ പേ വഴി അയക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ പണം ലഭ്യമാകാതിരുന്നതോടെ ഷോപ്പുടമ അന്വേഷിച്ചപ്പോൾ നെറ്റിന്റെ പ്രശ്നമാണെന്ന് പറയുകയും പണം അല്പനേരം കഴിഞ്ഞ് ലഭ്യമാകുമെന്ന് പറഞ്ഞ് കടന്നു കളയുകയുമായിരുന്നു. പിന്നീട് ഷോപ്പുടമ നിരന്തരം ബന്ധപ്പെട്ടപ്പോൾ ഷോപ്പുടമയ്ക്ക് വലിയ തുകയുടെ ലോൺ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പ്രതി പ്രോസസിംഗ് ചിലവിലേക്കായി 5,000 രൂപ കൂടി ആവശ്യപ്പെട്ടു. തുടർന്ന് പല ഫോൺ നമ്പറുകളിൽ നിന്നായി വാട്സപ്പ് ചാറ്റ് ചെയ്യാൻ തുടങ്ങിയതോടെ ഷോപ്പുടമ കബളിപ്പിക്കപ്പെട്ടതായി മനസ്സിലാക്കി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയായിരുന്നു. തുടർന്ന് എടക്കര പോലീസും പ്രത്യേക അന്വേഷണ സംഘവും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ലഭിച്ച പ്രതിയുടെ ഫോട്ടോ പുറത്തുവിട്ടതോടെയാണ് മഞ്ചേരി ടൌണിൽ മൊബൈൽ ഷോപ്പിൽ ഇതേ പ്രതി എത്തിയതായി പോലീസിന് വിവരം ലഭിച്ചത്. മഞ്ചേരി പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് എടക്കരയിലെത്തിച്ച് CI അനീഷിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തതിൽ പ്രതി സംസ്ഥാനത്തിനകത്തും പുറത്തും ഇത്തരം നിരവധി തട്ടിപ്പുകൾ നടത്തി ആർഭാട ജീവിതം നയിച്ചു വരികയാണെന്നും കണ്ടെത്തി. ചുങ്കത്തര ഷോപ്പുടമയെ കബളിപ്പിച്ച് കൈക്കലാക്കിയ ഫോണുകൾ, വിവിധ ബാങ്കുകളുടെ ATM കാർഡുകൾ, വിസിറ്റിംഗ് കാർഡുകൾ, ലോൺ അപേക്ഷാ ഫോറങ്ങൾ എന്നിവ പ്രതിയിൽ നിന്നും കണ്ടെടുത്തു. പെരിന്തൽമണ്ണയിൽ മുറിയെടുത്ത് താമസിച്ച് ദിവസവും മഞ്ചേരി എത്തിയാണ് തട്ടിപ്പുകൾ നടത്തിവരുന്നത്. പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. എടക്കര CI അനീഷ്, SI-മാരായ റോബർട്ട്, ശിവകുമാർ, സ്ക്വാഡ് അംഗങ്ങളായ SI M അസൈനാർ, SCPO സലിം പൂവത്തിക്കൽ, എടക്കര സ്റ്റേഷനിലെ ASI മുജീബ്, CPO ഷഫീഖ്, ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടി തുടരന്വേഷണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, എടക്കര. നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി. ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു. ഉദ്ഘാടനം മാർച്ച് 9 ശനിയാഴ്ച രാവിലെ 10 മണിക്ക്. ശോഭിക വെഡിങ്സ്, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.